ആൻഡ് ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമല്ലേ? അപ്പൊ ഇനി ഇൻഷാ അള്ളാ നമ്മുടെ ക്ലാസ്സുകൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉണ്ടാവും. നജി സാറ് അതുപോലെ തന്നെ നമ്മുടെ ഫെബിൻ, ഞങ്ങൾ 3 പേരും മാറി മാറിയിട്ടായിരിക്കും ഇനി ക്ലാസ് എടുക്കുക ഇൻഷാ അള്ളാ. അപ്പൊ നമ്മുടെ കോഴ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 19-ാം തീയതി മുതൽ നമ്മുടെ കോഴ്സ് പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് പലർക്കും ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ് അല്ലെ? എങ്ങനെയാണ് വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, വിൽ പവർ എങ്ങനെയാണ് ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെയാണ് ഇച്ഛാശക്തി എന്നുള്ളത്. ഏറിയ രീതിയിലും കുറഞ്ഞ രീതിയിലും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷെ ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ തടസ്സം, ആ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാം, ദിശ അറിയാതെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, പകച്ചു നിൽക്കും. പല വെല്ലുവിളികളുടെ മുന്നിലും നമ്മൾ എന്താണ്, ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് പകച്ചു നിൽക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഒരു കഴിവുകേടോ അതല്ലെങ്കിൽ നാം കരുത്തില്ലാത്ത ആളുകളോ ആയിട്ടല്ല. പടച്ച തമ്പുരാൻ മനുഷ്യന് ഒരു മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഒരു കരുത്തും കഴിവും ഒക്കെ തന്നിട്ടുണ്ട്. അതേസമയം അതെവിടെയോ പോയി ഒളിച്ചിരിക്കണം. നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മ ഇങ്ങോട്ട് നടന്നു വരുന്ന സാഹചര്യത്തില് ഈ ഒരു ചുവടുവെപ്പില്, ജീവിതത്തിന്റെ ആ ചുവടുവെപ്പില് നാം പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകള്, അതായത് നാം വളർന്നു പോന്ന ആ ഒരു പരിതസ്ഥിതികള്, ആ ഒരു ചുറ്റുപാടുകളില് നമുക്ക് പലതും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തതിന്റെ സാഹചര്യത്തിലായിരിക്കാം നമ്മുടെ ഇച്ഛാശക്തി ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. അത് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു വെല്ലുവിളികൾ മാത്രമല്ല, അതേസമയം നമുക്കുണ്ടാവുന്ന ചില ടെംപ്റ്റേഷൻസുകൾ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ടാകുന്ന ചില പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത, അതായത് നമ്മുടെ വളർത്തിയ നമ്മുടെ പാരൻസിന് ഒരു പക്ഷെ ആ വിൽ പവർ വേണ്ടത്ര ഉള്ള ആളുകളല്ല എങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതകൾ ഏറെയാണ്. തിരിച്ചും സംഭവിക്കാം. എൻ്റെ പേരൻസ് വേണ്ടത്ര ഇച്ഛാശക്തി ഇല്ലാത്ത ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ അവരുടെ പാത പിന്തുടരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ചില കുട്ടികളില് ആ ഒരു ഇച്ഛാശക്തി കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാല്, നാം കുട്ടികളെ വളർത്തുന്ന സാഹചര്യത്തില് അവരുടെ ഇച്ഛാശക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ കുട്ടികളുടെ മനസ്സ് വളരും തോറും നമ്മളാ ചെറുപ്പത്തിൽ കൊത്തിവെച്ച ചില സാധനങ്ങള് എന്താണ്, വലുതാവുമ്പോ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോ, അവർ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ, അവരുടെ ഒരു ഫാമിലി ലൈഫിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്താണ്, അത് അവരുടെ മനസ്സിൽ ആ പതിഞ്ഞ ചില കാര്യങ്ങള് മറ നീക്കി പുറത്തു വരാൻ തുടങ്ങും. അപ്പോഴാണ് പകച്ചു നിൽക്കലൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ചില കോമൺ റീസണുകൾ ഉണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെടുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമുക്ക് നെഗറ്റീവ് എൻവയറമെന്റ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തില്, അതുമാതിരി തന്നെ അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള, നമ്മളെ എന്ത് ചെയ്താലും എവിടെ ചെയ്താലും എങ്ങനെ ആയാലും കുറ്റപ്പെടുത്തുന്ന, അത് നന്നായിട്ടില്ല, ഇത് അങ്ങനെ ആയിട്ടില്ല എന്നുള്ള ഒരു ചിലപ്പോ ചില ഗൃഹനാഥന്മാര് ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി എന്ത് ചെയ്താലും നന്നായിട്ടില്ല നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ആ ഒരു വിൽ പവർ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. നീ അതിനായിട്ടില്ല, തീരുമാനം എടുക്കാനായിട്ടില്ല, നീ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കൗമാരക്കാരായ കുട്ടികളെ വരെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാതെ അവരുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിയാത്ത, അനുവദിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ
സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് ആ ഒരു നെഗറ്റീവിലേക്ക് അവർ പോകും. അതുപോലെ തന്നെ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, അത് ഈ ഒരു മറ്റൊരു സംഭവമുണ്ട്. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് പിന്നെ ഈ നമ്മൾ താൽക്കാലികമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ചില സംഗതികൾ, താൽക്കാലികമായിട്ടുള്ള ലാഭം, താൽക്കാലികമായിട്ടുള്ള ആനന്ദം, സന്തോഷം, അത് ഒരു ലോങ് പീരീഡിലുള്ള, അതല്ലെങ്കിൽ നമുക്ക് നീണ്ട കാലത്ത് ലാസ്റ്റ് ചെയ്യുന്ന ചില ഗോളുകൾ ഉണ്ടാവും, ചില സംഗതികൾ ഉണ്ടാവും. അതിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ താൽക്കാലികമായിട്ട് കിട്ടുന്ന ചില ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു വിൽ പവർ നഷ്ടപ്പെട്ടു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാഷ്മെല്ലോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റ് ഒരു ടെസ്റ്റ്, കുറച്ച് കുട്ടികളെ റൂമിൽ വിളിച്ച് വരുത്തിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. വാട്ടർ മിഷൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം കുറച്ച് കുട്ടികളെ ഒരു റൂമിൽ വിളിച്ചിട്ട് മാഷ്മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, മിഠായി, ആ കുട്ടികളടുത്ത് പറഞ്ഞു, നിങ്ങള് ഇത് ഇന്നാണ് നിങ്ങൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണേ കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ നാളെ അല്ല മറ്റന്നാൾ, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്വീറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് 2 എണ്ണം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ വായിൽ വെള്ളൂറി നിൽക്കുന്ന കൊതിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ ആ ആഗ്രഹം എടുക്കണം, അതെനിക്ക് കിട്ടണം എന്നുള്ള അതിന്റെ രുചി മനസ്സിലാക്കിയ കുട്ടികളായിരിക്കുമല്ലോ. ആ ഒരു ആഗ്രഹം മുന്നിൽ വന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, ചില കുട്ടികൾ അന്ന് തന്നെ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അന്ന് തന്നെ ചില കുട്ടികൾ അതെടുത്ത് കഴിച്ചു. അതേസമയം ഇവര് പറഞ്ഞതുപോലെ 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് നാളത്തെ കഴിഞ്ഞിട്ട് എടുക്കുന്ന കുട്ടികള് അവരിൽ പഠനം നടത്തി നോക്കിയപ്പോ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരിൽ പഠനം നടത്തി നോക്കിയപ്പോ ആദ്യം എടുത്ത ആ കുട്ടികള്, ഒരെണ്ണം എടുത്ത ആ കുട്ടികളെ അപേക്ഷിച്ച് മറ്റുള്ള കുട്ടികൾ വലിയ വലിയ ഉയർന്ന ജോലികളിലും ഉയർന്ന സ്ഥാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് ഇവർക്ക് കാണാൻ സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ ഹ്രസ്വകാല, അതായത് താൽക്കാലികമായിട്ടുള്ള ആനന്ദത്തിന്, താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് നാം നമ്മുടെ ആ ഒരു ഇച്ഛാശക്തി നഷ്ടപ്പെടുത്തി കളയണം. നമുക്ക് അതൊരു കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മളെ ഇഷ്ടങ്ങളെ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഗതികളെ, അത് നമ്മളെ ഒരു കൊതി, ആ ഒരു താൽക്കാലികമായിട്ടുള്ള ആ ഒരു സംഗതി, ആ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയേക്കാവുന്ന, ഭാവിയിൽ വലുതായിട്ട് കിട്ടിയേക്കാവുന്ന ആ സംഗതികളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ നമ്മുടെ ഇച്ഛാശക്തി നിയന്ത്രിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ആ ഇച്ഛാശക്തി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുമാതിരി തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് ഇല്ലെങ്കിലും നമുക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ പലപ്പോഴും പറയാൻ കേൾക്കാറുണ്ട്, ചെറുപ്പത്തിലൊക്കെ നമ്മൾ തന്നെ പിന്നെ പല ആളുകളെ കുറിച്ചും പറയാറുണ്ട്, ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ശക്തിയായിരുന്നു, ഭയങ്കര വിൽ പവർ ആയിരുന്നു. പക്ഷെ വലുതാവും തോറും എന്താണ്, അതിങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതിൽ 2 സംഗതികളാണ് നമുക്ക് അതിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാര്യമായിട്ട് അവരുടെ ലൈഫില് ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. കാര്യമായിട്ടുള്ള ലക്ഷ്യങ്ങളെ, എന്താണ് ഇനി അടുത്ത പരിപാടി, എന്താണ് ഇനി ലക്ഷ്യം എന്ന് ചോദിച്ചില്ലേ, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അത് അങ്ങനെ ഇപ്പൊ ഒരു ലക്ഷ്യമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10th പഠിക്കുന്ന കുട്ടികളോട് ഇനി അടുത്തത് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പല കുട്ടികൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല, അവരൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്താണ് പാരന്റ്സ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആവാം എന്ന് പറഞ്ഞു നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിൽ ഉറച്ചു നിൽക്കുവാനുള്ള, എന്റെ ലക്ഷ്യം ഇതാണ്, ഇതിലേക്ക് എനിക്ക് എത്തിപ്പെടണം എന്നുള്ള ആ ഒരു വിൽ പവർ അവർക്ക് കുറവായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമുക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാതിരി തന്നെ പിന്നെ ഈ ഒരു ലക്ഷ്യബോധം ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് നമ്മള് ആ വിൽ പവർ നഷ്ടപ്പെട്ട് കാലക്രമേണ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് സ്ട്രെസ്, അതുപോലെ തന്നെ ആങ്സൈറ്റി. ഇത് രണ്ടും നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന വില്ലന്മാർ തന്നെയാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സാരമായ പങ്ക് വഹിക്കുന്ന ചില വില്ലന്മാരാണ് നമുക്കുണ്ടാവുന്ന സ്ട്രെസ്. പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ കോളേജ് പ്രായത്തിലൊക്കെ എല്ലാ സമരങ്ങൾക്കും എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങി നിന്ന കുട്ടികൾ അവർ ചില ജോലികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫ് തുടങ്ങിക്കഴിഞ്ഞാൽ
എന്താ ഉണ്ടാവുക? അവര് അതിൽ അനുഭവിച്ചു വരുന്ന ചില സ്ട്രെസ് കാരണം അവർ പുറകോട്ട് പോകുന്നു. ഇപ്പൊ മുൻപത്തെ പോലെ ഒന്നും സഹിക്കാനുള്ള കഴിവില്ല. അതല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുണ്ട് കഴിയുന്നില്ല. മുമ്പത്തെ പോലെ ആ ഒരു സംഗതിയിൽ തീരുമാനത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയും പരിഭവവും പറയുന്ന ആളുകളെ നമുക്ക് കാണാം. ചില പെൺകുട്ടികൾ കോളേജിലൊക്കെ നന്നായിട്ട് മുന്നിലൊക്കെ നിന്നിരുന്ന ആ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സംഗതി രണ്ടാമതൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ചില കുട്ടികൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ആ ഒരു വിൽ പവർ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കാണാം. അപ്പൊ കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കുടുംബജീവിതമായിരിക്കാം, അതല്ലെങ്കിൽ കയറി ചെന്ന കുടുംബത്തുള്ള ആ ഫാമിലി മെമ്പേഴ്സിന്റെ എന്തെങ്കിലും അനിഷ്ടകരമായ പ്രവൃത്തിയിൽ, പ്രയാസം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ മനസ്സ് നൊന്നിട്ടോ സ്ട്രെസ് അനുഭവിച്ചിട്ടോ ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഒരു വിൽ പവർ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളുടെ അനുഭവ കഥകൾ പറയുമ്പോൾ നമുക്കത് ശരിക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു വസ്തുതയാണത്. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് നമുക്ക് ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ പൂർ സ്ലീപ്പ്, അതായത് ഉറക്കക്കുറവ്. അതിനൊരു കാരണമാണ്. കാരണം നമ്മുടെ ബോഡിക്ക് ബലം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ബലം കിട്ടുള്ളൂ. അപ്പൊ എന്താണ്, ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ്. അപ്പൊ ഉറക്കക്കുറവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് സെൽഫ് എക്സാമിൻ നടത്തി നോക്കി കഴിഞ്ഞാൽ, ഒരു സെൽഫ് ഒബ്സർവേഷൻ നടത്തി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല, ഒരുപാട് ദിവസം ഉറക്കമൊഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോ ഈ പറഞ്ഞ മാതിരി അവർക്ക് എന്തെങ്കിലും ചിന്തകൾ കാട് കയറിയിട്ടോ അതല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്ന എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവര് ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവർക്ക് ഈ വിൽ പവർ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ അവരുടെ കോഗ്നിറ്റീവ് പവർ, കോഗ്നിറ്റീവ് ഫങ്ഷൻ, ബൗദ്ധികമായിട്ടുള്ള അവർ ബുദ്ധിപരമായിട്ട് ഉള്ള ആ ഒരു വളർച്ചയെ അതിനെ ബാധിക്കുന്നതായിട്ടും കാണാം. അപ്പൊ അങ്ങനെയുള്ള വളർച്ചകൾ മുരടിച്ചു പോയി കഴിഞ്ഞാൽ, ആ വളർച്ചയിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അധികം സാധിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ വിൽ പവർ നഷ്ടപ്പെട്ടു പോവും, നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോവും, നമുക്ക് സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഈ ഇച്ഛാശക്തി ഒക്കെ നല്ലത്. അതുപോലെ തന്നെ അൺഹെൽത്തി ഡയറ്റ്, നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും. പുറത്തുനിന്നുള്ള ഭക്ഷണം ആവാം, പക്ഷെ അത് പരിധി വിടുമ്പോൾ, അതല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ യാതൊരു പ്രയോജനവും നമ്മുടെ ശരീരത്തിന് ഇല്ലാത്ത, നമ്മുടെ മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും മെന്റൽ ഹെൽത്തിനൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഡയറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല കുടുംബങ്ങളിലും പല രീതിയിലാണല്ലോ. അപ്പൊ നമ്മൾ കാര്യമായിട്ട് അത് ശ്രദ്ധിക്കണം. നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആരോഗ്യപരമായിട്ടുള്ള, നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ മെന്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ വേണം നമ്മുടെ ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ അത് ബാധിക്കും, നമുക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചിന്തിക്കുവാനുള്ള ആവശ്യപ്പെട്ടു പോകും. അപ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു വിൽ പവറിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എനർജി ലെവൽ താഴോട്ട് പോകുമ്പോഴാണ് എന്നെ ഒന്നിനും പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കതിന് കഴിയുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത, നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിൽ പവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ ലാക്ക് ഓഫ് പ്രോട്ടീൻ, നമ്മുടെ ലൈഫില് നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഉറക്കം ഉണർച്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന ഒരു സമയം, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഉണരുന്ന ഒരു സമയം, ആ സമയത്ത് നമ്മൾ അലാം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണർച്ച വരും. അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന്റെ ഒരു ഫങ്ഷനാണ്. അതേസമയം നമ്മള് ഡെയിലി റൊട്ടീന് തെറ്റിച്ച് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ യാതൊരു ടൈം ടേബിളും ഇല്ലാതെ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും
നമ്മുടെ ഈ സ്വഭാവശീലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മളെ ബിഹേവിയറൽ ഹാബിറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവങ്ങളിൽ ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു സ്വഭാവശീലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും. മാത്രമല്ല നമ്മളെ മെന്റൽ ഹെൽത്തിനെയും അത് ബാധിക്കും. ആ ഡെയിലി റൊട്ടീൻ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ആ ഒരു വിൽ പവറിനെയും അത് ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്വഭാവശീലങ്ങളിലുള്ള ചില വീക്ക്നെസ്സുകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മളെ മുന്നോട്ടുള്ള ആ ഒരു പോക്ക് വീക്കാക്കുന്നതാണ്. നമ്മുടെ വിജയത്തിൽ എത്തുക എന്ന് പറഞ്ഞ ആ സംഭവം ഇല്ലാതാക്കുന്ന ഒരു സംഗതിയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ചില വീക്ക്നെസ്സുകൾ ഈ വീക്ക്നെസ്സിൽ പെട്ടതാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവര്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീക്ക്നെസ്സിൽ പെട്ടത് തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ അഡിക്റ്റ് ആവുമ്പോ ഈ അഡിക്ഷൻസും വീക്ക്നെസ്സും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്. അപ്പൊ അതിന് നമ്മൾ ഈ വീക്ക്നെസ്സിന് ചില സംഗതികൾക്ക് നമ്മൾ അഡിക്റ്റ് ആവുമ്പോ എന്താണ് നമ്മുടെ മനസ്സിനെ നമുക്ക് ചില സംഗതികളിൽ ബലപ്പെടുത്താൻ സാധിക്കില്ല. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ സാധിക്കില്ല. പോവേണ്ടടുത്ത് പോവാൻ സാധിക്കില്ല. നമ്മളെ മുന്നിൽ വന്നു നിൽക്കുന്ന ആ ഒരു വെല്ലുവിളികളെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. കാരണം നമുക്കുള്ള ഒരു വീക്ക്നെസ്, അഡിക്ഷൻസ് ഇതൊക്കെ മാറാതെ എങ്ങനെയാണ് നാം ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ടെൻഡൻസി. ഞാൻ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരാണ് എനിക്ക് മാർക്ക് ഇടേണ്ടത്. മറ്റുള്ളവർ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. മറ്റുള്ളവർ അതിന് കഴിഞ്ഞാൽ അത് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് അതോടുകൂടെ ചത്തുപോയി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ വിൽ പവർ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതികളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നാം ജീവിക്കേണ്ടത്. നാം നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവർ കാരണമാണ് എൻ്റെ വഴി തടസ്സപ്പെടുത്തിയത് എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. നാം തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാം എവിടെ എത്തില്ല. ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിന്ന് വിട്ടു നിൽക്കുക, അതല്ലെങ്കിൽ ആ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളെ ലേസിനെസ്, ഒരു അലസമായ സ്വഭാവം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയുണ്ട് ചിലവര്. വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുക, വെറുതെ TV കണ്ടാൽ അതിന്റെ റിമോട്ട് എടുത്തിട്ട് ചാനലുകൾ മാറ്റി മാറ്റി മാറ്റി, അതുകൊണ്ട് ഒരു കാര്യമില്ല. വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസത്തിൽ ഒരു കൃത്യസമയം വെച്ചിട്ടൊക്കെ ആവാം. പക്ഷെ ഏതു നേരം ഇങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈലിലായാലും ഇതിങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുക, വെറുതെ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങുക, അത് ഓവർ ഈറ്റിംഗ്, അതുമാതിരി തന്നെ ഓവർ സ്ലീപ്പിംഗ്, അമിതമായ ഉറക്കം, അമിതമായ ഭക്ഷണം, ഇതൊക്കെ തന്നെ നമ്മുടെ വിൽ പവർ നഷ്ടപ്പെടുന്ന സംഗതിയാണ്. അതുമാതിരി തന്നെ അമിതമായിട്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സംസാരിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ആർക്കെങ്കിലും വല്ല ഉപകാരം ഉണ്ടോ എന്നുള്ളതല്ല, നമുക്ക് ഉപകാരം വേണം, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം വേണം. ഇത് ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത സംസാരം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പ്രത്യാഘാതങ്ങൾക്കും കാരണമാവും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടോ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് റിപ്ലൈ കിട്ടും, ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്തായി അതും ചിന്തിച്ചിരിക്കും. അത് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രെസ് വരും. അതല്ലെങ്കിൽ പറഞ്ഞ ആളുകളോട് ഒരു തരം ദേഷ്യം വരും. അങ്ങനെയല്ല, ഇനി അടുത്ത തവണ ആവട്ടെ. അങ്ങനെയാണല്ലോ, സംസാരം അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു രൂപം ഉണ്ടാവില്ല. എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് അത്രയൊന്നും സംസാരിക്കണ്ടായിരുന്നു എന്നുള്ള ഒരു ഖേദം, ഒരു കുറ്റബോധം എന്തായിരുന്നാലും നല്ലതല്ലല്ലോ. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് വിൽ പവർ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നത്, ഡ്രഗ്സ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ഇതൊക്കെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ആ ഒരു വിൽ പവർ, ഇച്ഛാശക്തിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. ഇനി നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ കാണാം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആ ഒരു ട്രിഗർ എന്താണ്, അതിന്റെ ഒരു കാരണം എന്താണ്, എനിക്ക് എന്റെ വിൽ പവർ നഷ്ടപ്പെടുത്തിയത്, അതല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവാത്തത്, ഞാൻ വിൽ പവർ ഇല്ലാത്തൊരാളായി മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു കാരണം ഉണ്ടാവും, അതിന്റെ ഒരു റീസൺ ഉണ്ടാവും. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്.
അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക. എന്താണ് കാരണം? ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി നെഗറ്റീവ് സറൗണ്ടിങ്സ് ആയിരിക്കാം, ആളുകളായിരിക്കാം, ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൽ നിന്നുള്ള എന്തെങ്കിലും ബാഡ് ഹാബിറ്റുകളോ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യണ എന്തെങ്കിലും സംസാരങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താണ്, എവിടെയാണ് എന്റെ വിൽ പവർ നഷ്ടപ്പെട്ടു പോയത്? മുമ്പുണ്ടായിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാണ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു, പക്ഷെ എവിടെ വെച്ചാണ്, ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണോ എന്റെ വിൽ പവർ നഷ്ടപ്പെട്ടത്? എന്റെ ഫാമിലി ലൈഫിലാണോ? അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് സർക്കിൾ മാറിയപ്പോഴാണോ എന്റെ വിൽ പവർ ഇല്ലാതായത്? ഇങ്ങനെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, എവിടെ വെച്ചാണ് അത് നഷ്ടപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. ആ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നതാണ് കാരണം. പക്ഷെ ആ കാരണം എന്താണ്, മറ്റുള്ളവരിലേക്ക് ചാർത്തി നാം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും നമുക്കൊരു കാര്യം അതുകൊണ്ട് കിട്ടുന്നില്ല. അതേസമയം ഞാൻ മാറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും പരാജയങ്ങളായിരിക്കാം. ചില പരാജയങ്ങളിൽ നിന്ന് ആ പാഠം പഠിക്കും. ചിലപ്പോൾ എക്സാമിൽ പരാജയപ്പെട്ടതായിരിക്കാം. അപ്പൊ എവിടെയാണോ ഞാൻ പരാജയപ്പെട്ടത് അങ്ങോട്ടില്ല എന്നതിന് പകരം അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് കണക്കാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു പാഠം ഉൾക്കൊണ്ടിട്ട് അത് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് എ ക്ലിയർ ഗോൾ. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെ ലക്ഷ്യമില്ലാതെ ജീവിക്കേണ്ടവരല്ല. ലക്ഷ്യമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് തുല്യമാണ്. മനുഷ്യർ അങ്ങനല്ല. മനുഷ്യർക്ക് ഒരു ലക്ഷ്യവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം മരവിച്ചു പോകും. അപ്പൊ എന്താണ്, ചെറുതും വലുതുമായ ഒരുപാട് ഗോളുകൾ ഉണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ. എഴുതി വെക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, അത് എഴുതി വെക്കുക, അതിലേക്കുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനെ നേടിയെടുക്കുക. ലാസ്റ്റ് എവിടെ എത്തും എന്നുള്ളത് മുൻകൂട്ടി കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ആ ലാസ്റ്റ് വിജയത്തിലേക്ക് മാത്രമായിരിക്കണം നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പല പല പ്ലാനിങ്ങുകളും നമ്മുടെ മനസ്സിൽ വരും, പല പല പദ്ധതികൾ വരും. അതുമാതിരി തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ആവശ്യപ്പെടുക. അതിനൊരു ഈഗോയും നമുക്ക് തടസ്സമാവരുത്. ഞാനായിക്കോളാം, മറ്റുള്ളവരെ ഹെൽപ്പ് ഒന്നും. അങ്ങനെയുണ്ട് ചില ഈഗോയിസ്റ്റുകളായ ആളുകൾ, മനസ്സിൽ ഈഗോ എന്ന് പറയുന്ന ആ ഒരു സംഭവം കയറിക്കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് എനിക്ക് വേണ്ട, എനിക്ക് ഒറ്റക്ക് കഴിയും എന്നുള്ളൊരു ചിന്ത. അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാട്ടിയും അറിവ് എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ അത് ഞാൻ ഇന്നാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് അത് ശരിയായത്, അങ്ങനെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുകളെ ഒന്നും അല്ലാതാക്കി തീർക്കുന്ന രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താണ്, ഇയാളെ ആരും ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പോകില്ല. അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈഗോ എന്ന് പറയുന്ന സംഭവത്തെ അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള സഹായങ്ങൾ ആളുകളോട് അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അത് നമ്മൾ സഹായം അന്വേഷിക്കുക, ഹെൽപ്പ് ആവശ്യപ്പെടുക. അതുമാതിരി തന്നെ പിന്നെ നമ്മളൊരു റൊട്ടീൻ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ ഡെയിലി ലൈഫിൽ ചില സംഗതികളൊക്കെ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ തൽക്കാലം മാറ്റി വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തത് എന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയത് മാത്രം ചെയ്തിട്ട് മറ്റുള്ളത് സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ എന്താണ്, നമുക്കൊരു ഡെയിലി റൊട്ടീന്, ഒരു ജീവിതത്തിലെ ഒരു ക്രമം, ഒരു അടുക്കും ചിട്ടയും, അതുമാതിരി തന്നെ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ എന്റെ സെറ്റ് ചെയ്ത ഗോളിൽ നേടാൻ വേണ്ടിയിട്ട് ഞാൻ നീക്കി വെക്കും. അതെന്റെ വാശിയാണ്. ചില സംഗതികൾക്ക് നമുക്ക് വാശി നല്ലതാണ്, അതൊരു ദുർവാശിയല്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ആ ഒരു വാശിയാണ്. അപ്പം എന്താണ്, അത് എന്തെന്നെ എന്റെ മുന്നിൽ എന്തെന്നെ സംഗതികൾ വന്നാലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തുമ്പോൾ എന്താണ്, നമ്മൾ ഡെയിലി റൊട്ടീനൊക്കെ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും പതിയെ പതിയെ, പെട്ടെന്നല്ല പതിയെ പതിയെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കാലത്ത് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ പോകാൻ സാധിക്കില്ല. അതുമാതിരി തന്നെ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചാലും നമുക്കൊരു വിജയത്തിലെത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നാം ഇപ്പൊ ജീവിക്കുക. ഇപ്പൊ നാം എന്താണോ നമ്മുടെ കയ്യിൽ എന്ത് വിഭവമാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ ആരോഗ്യത്തോടെ കൂടെ ഇരിക്കുന്നുണ്ട്, അതെന്നെ വലിയ സന്തോഷം, താങ്ക് ഗോഡ്. അതുപോലെ തന്നെ എനിക്ക് എന്റെ ഗോൾ സെറ്റിങ്ങിന് ഞാൻ സെറ്റ് ചെയ്ത ഗോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ, ഇന്നതൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ. അപ്പൊ നമ്മൾ പ്രസന്റിൽ ജീവിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷനിൽ ആവുമ്പോൾ സെൽഫിലേക്ക് നോക്കുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിനെ ബലപ്പെടുത്തുക. ഞാൻ അത്ര നിസ്സാരക്കാരനല്ല, എനിക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ അതിൽ നമ്മൾ പുറകോട്ട് നമ്മളെ പാസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ആ ഒരു സ്ട്രെസ് കൊണ്ട് നമ്മുടെ വിൽ പവർ നഷ്ടപ്പെട്ടത് കൊണ്ട് അതൊന്നും ചെയ്യാത്ത പോലെ അതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിന്ന് അങ്ങോട്ട് മറന്നു പോകുന്നതാണ്. അതേസമയം നമ്മൾ ഒരു മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ കാല ജീവിതത്തിൽ അതായത് നമ്മുടെ പാസ്റ്റിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താവും, അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കഴിവിനെ മനസ്സിലാക്കുകയാണ്. കഴിവിനെ നമ്മൾ മറന്നു കളഞ്ഞ കഴിവിനെ നമ്മൾ പുറത്തോട്ട് എടുത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ എടുത്തു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചിന്തിക്കാം, എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഒരു ഇച്ഛാശക്തി എനിക്കുണ്ട്. പോസിറ്റീവായിട്ട് പറയാ, പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക, എനിക്കുണ്ട്, എനിക്ക് അതിന് കഴിയും, അതിനുള്ള ഇച്ഛാശക്തി എനിക്കുണ്ട്. എന്നിട്ട് നമ്മുടെ ഓരോ ക്വാളിറ്റീസ്, നമ്മള് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ട നമുക്ക് ഇനി ആർജിച്ചെടുക്കുവാനുള്ളത് എന്തൊക്കെയാണ്, ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ എനിക്ക് ഏതൊക്കെ രീതിയിൽ പോകാൻ കഴിയും, ഇനി എന്തൊക്കെ ക്വാളിറ്റികൾ, എന്തൊക്കെ സ്കില്ലുകൾ എനിക്ക് ആർജിച്ചെടുക്കാൻ കഴിയും, എന്റെ കഴിവുകൾ എങ്ങനെ വളർത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഏകാഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ നടത്തുക. അതോടൊപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവരായിക്കൊണ്ട്, ആ നന്ദിയുള്ളവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് മാറി വരുന്നതായിട്ട്, നമുക്ക് ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുമാതിരി തന്നെ പിന്നെ ഈ മെഡിറ്റേഷന്റെ സമയത്ത് തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ഗോൾ സെറ്റിങ്ങിലേക്കാണ്. അത് നമ്മൾ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേടിയെടുക്കേണ്ട ആ ഒരു പരമപ്രധാനമായ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കായിരിക്കണം നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അതുമാതിരി തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ആ ഒരു തടസ്സങ്ങള്, അതിലേക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക എന്താണ്, തടസ്സങ്ങളെ കുറിച്ചാണ്. പക്ഷെ ആ തടസ്സങ്ങളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അതിന്റെ ആവശ്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എന്നെ കൊണ്ട് പോസിബിൾ ആവും, എങ്ങനെ പോസിബിൾ ആക്കും, അതെങ്ങനെയാ ഞാനത് നേടിയെടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായ ആരോഗ്യം മസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ആഹാരം കഴിക്കണം, നല്ല വിറ്റാമിൻ ആൻഡ് മിനറൽസ്, അതുമാതിരി തന്നെ നമുക്ക് എനർജി തരുന്ന, നമ്മുടെ ബൗദ്ധികമായ ശാരീരികമായിട്ടുള്ള എനർജി തരുന്ന രീതിയിലുള്ള സമീകൃത ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. എക്സസൈസ്, അത് നമുക്ക് സെൽഫ് കൺട്രോൾ കിട്ടാൻ മസ്റ്റാണ്. രാവിലെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബോഡി മാത്രമല്ല സ്ട്രോങ് ആവുന്നത്, അവരുടെ മനസ്സും കൂടെ അതോടൊപ്പം സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോ എന്ന് പറയാൻ പഠിക്കുക. അത് നമുക്ക് പലപ്പോഴും സാധിക്കാത്തൊരു സംഗതിയാണല്ലേ, നോ എന്ന് പറയാ. ആവശ്യമില്ലാത്തടത്ത് ചിലപ്പോ നമുക്ക് അവർക്ക് എന്ത് തോന്നും, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഈ തോന്നും എന്നുള്ള തോന്നല് അത് ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാവും. ഓക്കെ, ആർക്ക് എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല, കാരണം എന്റെ വഴി ശരിയാണ്, ഞാൻ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ എന്താ ഒരു തെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതികളാണല്ലോ. ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, അതേസമയം അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല എന്റെ ഫാമിലിക്കും സൊസൈറ്റിക്കും ഒക്കെ ഉപകാരമുള്ള ഒരു സംഗതിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ അതിനെതിരിൽ വരുന്ന ആളുകളോട് നമുക്ക് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, യെസ് എന്ന് പറയാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം, നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന്, ശരീരത്തിന്റെ റെസ്റ്റ് വേണ്ട അത്ര ഉറക്കം നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ് മസ്റ്റ് ആണ്. ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്.
അതുമാതിരി തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള പീപ്പിള് നമ്മളെ സറൗണ്ടിൽ നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളുകളെ അന്വേഷിക്കും. അങ്ങനെ എന്താണ് നമ്മളെയും ആ ഒരു പോസിറ്റീവ് എനർജി ലെവലിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുമാതിരി തന്നെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ EFTയിൽ കാര്യമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്താണ്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിഷ്വലൈസേഷൻ പവർ അത് വളരെ വലുതാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വിഷ്വൽ ചെയ്യാം. അത് വിഷ്വൽ ചെയ്ത ശക്തമായ രീതിയിൽ വിഷ്വൽ ചെയ്യാം. വിഷ്വൽ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണല്ലോ. പടച്ച തമ്പുരാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ആ സംഗതി വിജയിപ്പിച്ചു തരാൻ വേണ്ടി നമ്മൾ വിജയിപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. അവിടെ തടസ്സങ്ങളല്ല വേണ്ടത്, അവിടെ അതിന്റെ ഒരു സാധ്യതയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ആ സംഭവം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഒരു കാലങ്ങൾ എടുത്തെന്ന് വരാം. എന്നിരുന്നാലും നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നുള്ളതാണ്. അതുമാതിരി തന്നെ അതിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിലേക്കും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. നമ്മൾ സംഗതിക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട് വളരെ വിജയകരമായിരിക്കും എന്നുള്ള ആ ഒരു ശുഭാശ്വാസത്തിൽ വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിരിക്കും ആ ഒരു എൻഡ് റിസൾട്ടും. ഒപ്പം നമ്മുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ചാലഞ്ചിങ് അത് സെൽഫ് ചാലഞ്ചിങ് ആയിട്ട് ഏറ്റെടുക്കാം. അത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ചാലഞ്ചുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചാലഞ്ചാണ്. അത് മറ്റുള്ളവർ കാരണം വരുന്നതല്ല, മറ്റുള്ളവർ നീക്കിക്കൊള്ളും എന്ന് വിചാരിച്ചിരിക്കേണ്ടതില്ല. അത് നമുക്ക് മുന്നിൽ വരുന്ന ചാലഞ്ചിന്റെ പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക മാത്രമല്ല, അത് റിമൂവ് ചെയ്യുവാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അത് എന്റെ ചാലഞ്ചാണ്, അത് ഞാൻ തന്നെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് അതന്നെ ഒരു ചാലഞ്ചിങ് ആണ്. ചാലഞ്ചസ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ചാലഞ്ചിങ് ആണ്. ചില ആളുകൾ കണ്ടില്ലേ, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായ വിൽ പവർ ഉള്ള ആളുകളാണ്. അതുമാതിരി തന്നെ പിന്നെ എന്താ ആവശ്യമാണെങ്കിൽ ചില സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളെ ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള കഴിവിനെ ഒരു പക്ഷേ നഷ്ടപ്പെടും. എന്തിനും ഏതിനും ആരോടും ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് ഈ കുട്ടികളെ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികളടുത്ത് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ 2 വയസ്സായ കുട്ടികള് അവർക്ക് വെള്ളം വേണം എന്ന് പറയുന്നതിന് പകരം ടേബിളിന്റെ മുകളിൽ വെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു ചെയർ വലിച്ചിട്ട് ആ ജഗ് ഒരു ഗ്ലാസ്സിലോട്ട്, അടുത്ത ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിക്കും. ഗ്ലാസ് നിറഞ്ഞെങ്ങനെ പോകുന്നുണ്ടാവും, അതിൽ എത്ര ക്വാണ്ടിറ്റി ആണ് കൊള്ളുക എന്നുള്ളതൊന്നും അവർക്ക് അതിനെക്കുറിച്ചൊന്നും ബോധം ഉണ്ടാവില്ല. അവർക്ക് ഗ്ലാസ്സിൽ ഒഴിക്കുക കുടിക്കുക എന്നുള്ളതാണ്. ആ ഗ്ലാസ് നിറഞ്ഞു പോകുന്നിട്ട് അത് കുടിക്കുമ്പോൾ കുറെ വെള്ളം താഴോട്ട് പോകും. അപ്പൊ നമ്മൾ അവരെ അടിക്കും, ചോദിച്ചാൽ പോലെയെന്ന് പറയാം. കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ കയ്യെത്താവുന്ന ദൂരത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എത്താത്തടുത്ത് കയറി എടുക്കുക എന്നുള്ളത്. നമ്മളാണെങ്കിലോ ഒരു സോഫയിൽ ചാരി ഇരിക്കുന്ന സമയത്ത് ആ ടേബിളിന്റെ മുകളിൽ വെള്ളം ഇരിക്കണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പോയി എടുക്കാനുള്ള മടി കൊണ്ട് അതിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മോനെ ആ വെള്ളം ഒന്ന് എടുത്തന്നേന്ന് പറയും, ഇല്ലേ? അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പടച്ച തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു പ്രകൃതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് കുട്ടികൾ. പക്ഷെ മനുഷ്യൻ മുതിർന്നു വരുമ്പോൾ അവൻ ആ ഒരു നല്ല സ്വഭാവമൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ആവുകയാണ്. ആരെങ്കിലും അങ്ങനത്തെ ഒരു മനോഭാവം അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവരുടെ നമ്മൾ ഹെൽപ്പ് ചോദിക്കും, അത് പറഞ്ഞുതരുമോ, ഇത് പറഞ്ഞുതരുമോ, അങ്ങനെ എങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. എന്നിട്ട് ഒട്ടും പറ്റില്ല എന്നുള്ളതാണെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് സെൽഫ് ടോക്ക്. എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിയും കൊണ്ടും അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്നുള്ള സംസാരത്തിന് പകരം നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താതെ നാം നമ്മെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെയാണ്. പക്ഷെ നാം തന്നെ ചില സമയം നമ്മളെ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല. നാം നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതിൽ നമ്മൾ പരിതപിച്ചിട്ടൊക്കെ എന്താ കാര്യം, ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ആദ്യം ആ സ്വഭാവം മാറ്റണം. നമ്മെ നാം കുറ്റപ്പെടുത്താതെ, നമ്മെ നാം ഇകഴ്ത്തി കാണാതെ, നമ്മുടെ വില നാം തന്നെ കുറച്ച് കാണുക. ഞാൻ അത്രയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അത് ഒരു വിനയന്മാരെന്നൊക്കെ പറയാം. പക്ഷെ അത് വിനയൊന്നുമല്ല, സ്വന്തത്തെ നിന്ദിക്കലാണത്. സ്വന്തം ആത്മാവിനെ നിന്ദിക്കുക എന്ന് പറയുന്നത് സ്വന്തത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്.
സ്വന്തത്തോട് സ്നേഹമില്ല എന്ന് പറയുമ്പോ ആ ആത്മാവിനെ സൃഷ്ടിച്ച ആ ശരീരത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് സ്നേഹമില്ല എന്ന് വേണം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ. അപ്പൊ അത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു സംഗതി ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡെഡ് ലൈൻ വെക്കണം. എത്രയോ അങ്ങോട്ട് നീണ്ടു പോവാ, 4 മാസത്തെ ഒരു കാര്യം 6 മാസം, ഒരു വർഷം വരെയൊക്കെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പക്ഷെ അവിടെ എന്ത് വേണം, നമ്മളൊരു ഡെഡ് ലൈൻ വെക്കണം. ഡെഡ് ലൈൻ വെക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ റൊട്ടീൻ രൂപപ്പെടുത്താൻ പറ്റുള്ളൂ, നമുക്കൊരു അടുക്കും ചിട്ട ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുമാതിരി തന്നെ നമുക്കൊരു കൃത്യനിഷ്ഠത, സെൽഫ് ഡിസിപ്ലിൻ, സ്വയം അച്ചടക്കം, ഇങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയവും പരിധിയൊക്കെ നിശ്ചയിക്കണം. നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സമയം പരിധിയൊക്കെ വെച്ചതിന് ശേഷം ബിലീവ് ഇൻ യുവർ സെൽഫ്. ലാസ്റ്റ് നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസം വേണം. നമുക്ക് നമ്മിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ചില ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ചില പ്രലോഭനങ്ങൾ, നമ്മുടെ മുന്നിൽ വരുന്ന ചില പ്രലോഭനങ്ങൾ, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റും. പിന്നെ അതിലുള്ള നേട്ടങ്ങൾ, വിൽ പവർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ, ആത്യന്തികമായിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സുഖവും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ അതിനാണല്ലോ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്, വിഷമം മാറുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മസംതൃപ്തിയാണ്, ഒരു സന്തോഷമാണ്. അതുമാതിരി തന്നെ നമ്മൾ നല്ല ഉറക്കം കിട്ടുന്നത് നമുക്കൊരു സംതൃപ്തിയാണ്. അതുപോലെ തന്നെയാണ് പിന്നെ എന്ത് സംഗതികളും നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വിൽ പവറിന് വളരെയധികം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ജീവിതം തിരിച്ചു പിടിക്കാനും, നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ തിരിച്ചു പിടിക്കാനും, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ചില അസുഖങ്ങൾ അതിനെ ഓവർകം ചെയ്യാനും. മിക്കവാറും അസുഖങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആണല്ലോ, നമ്മളെ ചിന്തകളാണ്. EFT പറയുന്ന, EFT വ്യക്തമായിട്ട് പഠിച്ച ആളുകൾക്ക് അറിയാം നമ്മൾക്ക് അസുഖങ്ങൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരും എന്നുള്ളതാണ്. അപ്പൊ ചിന്തകളാണ് നമുക്ക് പല വിധത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത്. പക്ഷെ നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, നമുക്ക് അസുഖങ്ങൾ കൊണ്ടുവരുന്ന ചിന്തയെ മാറ്റിപ്പണിയാനുള്ള ഒരു വിൽ പവർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിധപ്പെട്ട 100-ൽ 95% നമ്മുടെ ബുദ്ധിമുട്ടുകളും ശാരീരികമായിക്കോട്ടെ അതുപോലെ തന്നെ മാനസികമായിക്കോട്ടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് പോലുമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും, നമുക്ക് ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് EFTയിലൂടെ ആ ഒരു ഇത് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ലൈഫിൽ തന്നെ മാറ്റിമറിച്ച ചില സംഭവങ്ങൾ, അവർക്ക് ഇച്ഛാശക്തിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ കുറെ അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ള, ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 19-ാം തീയതി മുതൽ ഞങ്ങൾ 2ാമത് EFT സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 പേരുണ്ടാവും ഫാക്കൽറ്റീസ് ആയിട്ട്. ഞാനുണ്ടാവും, നജി ഉണ്ടാവും, ഫിബിൻ സുനിൽ അസീസ് ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകള് നിങ്ങളുടെ ഫോൺ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുകയോ അതല്ലെങ്കിൽ ഷെരീഫ മാം ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യും അതിന്റെ വിവരങ്ങള്, ആ നമ്പറുകള്. അപ്പൊ അത് വിളിച്ചിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കാം. ഗ്രൂപ്പിലുണ്ട് നമ്പർ, അതിലൊന്ന് വിളിച്ച് അന്വേഷിക്കുക താല്പര്യമുള്ളവരാണെങ്കിലും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അന്വേഷിക്കാനോ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഒരു 10 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതുവരെ എന്നെ കേട്ടുതരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്നും നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്കുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യണം, നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് നന്മയിൽ സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഫോർവേഡ് ചെയ്തിട്ട് അവരെ കൂടെ ഈ ഒരു സംരംഭത്തിൽ ഉൾപ്പെടുത്തണം എന്ന് വളരെ വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ.